കൃഷി വകുപ്പിന്റെയും മാങ്ങാട്ടിടം പഞ്ചായത്ത് കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് രണ്ടാം ഘട്ടം പദ്ധതിയുടെ ഭാഗമായി കർഷകനായ കുന്നുംബ്രോൻ രാജൻ കൈതേരി കാരക്കണ്ടി വയലിൽ ചെയ്ത പച്ചക്കറി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഷീന അധ്യക്ഷയായി. വളരെ സന്തോഷകരമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. നേരത്തെ ഇവിടെ കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നവംബർ മാസം നമ്മൾ വളരെ താല്പര്യത്തോടു കൂടി എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ ഒരു നടിയിൽ ഉത്സവം നടത്തുകയുണ്ടായി. അപ്പോൾ അത് വളരെ നല്ല നിലയിൽ തന്നെ അതിൻ്റെ വിളവെടുപ്പിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള കൃഷിത്തോട്ടങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. പഞ്ചായത്ത് ഇന്ന് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കത്തക്ക നിലയിൽ ഉയർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. കണ്ണൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചങ്ങാട്ട് പദ്ധതി വിശദീകരണം നടത്തി. കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീന വിനോദ്, വാർഡംഗങ്ങളായ പ്രീത, അശോകൻ, കൃഷി ഓഫീസർ R അനു, കൃഷി അസിസ്റ്റന്റ്മാരായ K വിജേഷ്, R സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിഷരഹിത പച്ചക്കറികൾ വിളയിച്ച് മാങ്ങാട്ടിടം പഞ്ചായത്ത് കാർഷിക സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിഭവനും പഞ്ചായത്തും നടപ്പിലാക്കുന്ന ഹരിത സമൃദ്ധി പദ്ധതിയാണ് ജില്ലയിലെ മുൻനിര പച്ചക്കറി കർഷകനായ കുന്നുംബ്രോൻ രാജന്റെ നേതൃത്വത്തിൽ കൈതേരി പാറത്തോടിന് സമീപം കാരക്കണ്ടി വയലിൽ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് വീണ്ടും തുടക്കം കുറിച്ചത്. നിലവിൽ 5 ഏക്കറോളം സ്ഥലത്ത് തുറന്ന സ്ഥലത്തെ കൃത്യതാ കൃഷിയിലൂടെ വിഷരഹിത പച്ചക്കറി വർഷം മുഴുവനും ചെയ്യുന്നതിന് പുറമെയാണ് കാരക്കണ്ടി വയലിലും കൃഷി ഇറക്കിയിരിക്കുന്നത്. പച്ചക്കറി കൃഷിക്ക് പുറമെ 850 നേന്ത്രവാഴ കൃഷിയുമുണ്ട്. കൈതേരി വയലിൽ 5 തരം ജൈവവളങ്ങൾ അടിവളമായി നൽകിയും വന്യമൃഗശല്യ നിയന്ത്രണത്തിന് ജൈവവേലി കെട്ടിയുമാണ് പുതിയ കൃഷിയും. പയർ, വെണ്ട, കക്കിരി, കുമ്പളം, പച്ചമുളക്, വെള്ളരി, ചീര തുടങ്ങിയവയാണ് നിലവിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.